തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ ബി.ജെ.പി. നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ട് പുതിയ പോരിനിറങ്ങുന്നു. അതിനായി ഒരുക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് ബി.ജെ.പി. ഇതിന്റെ ആദ്യപടിയായി ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയും തിരുവനന്തപുരത്തേക്ക് എത്തും. ജനുവരി 11 ഞായറാഴ്ചയാണ് അമിത്ഷാ തിരുവനന്തപുരത്തെത്തുക. എല്ലാ മണ്ഡലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകിയുള്ള പ്രവർത്തനത്തിനാണ് ബി.ജെ.പി. ഇക്കുറി മുൻതൂക്കം നൽകുന്നത്. മിഷൻ 2026 35 സീറ്റുകളിലാണ് ബി.ജെ.പി. പ്രധാനമായി കണ്ണുവെക്കുന്നത് എന്നാണ് വിവരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാമതും രണ്ടാമതും എത്തിയ മണ്ഡലങ്ങളും കാര്യമായ നിലയിൽ വോട്ട് നേടിയ മണ്ഡലങ്ങളുമാവും ഇവ. ഭരണം പിടിക്കുന്നതിനപ്പുറം 2026 കേരളം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്ന നിലയിൽ വളരുക എന്നതാണ് 35 സീറ്റുകളിൽ വലിയ ശ്രദ്ധ വെച്ചുള്ള ബി.ജെ.പി. തന്ത്രം. ജനുവരി 11 തിരുവനന്തപുരത്തെത്തുന്ന അമിത്ഷാ ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ച കൌൺസിലർമാരുടെ യോഗത്തിലും പങ്കെടുക്കും. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ കേന്ദ്രമന്ത്രി വി. മുരളീധരൻ, മുൻ അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ പ്രധാന നേതാക്കളെല്ലാം യോഗത്തിൽ സംബന്ധിക്കും. ഷായിക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തലസ്ഥാനത്ത് എത്തും. ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. ഭരണം നേടിയതിൽ തലസ്ഥാന ജനതയെ അടക്കം പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. തലസ്ഥാനത്ത് പ്രധാനമന്ത്രി വമ്പൻ പ്രഖ്യാപനം നടത്തുമോ എന്നും ആകാംക്ഷയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ബി.ജെ.പിയുടെ മിഷൻ 2026 പദ്ധതി പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും. ജനുവരി 24 മുൻപ് പ്രധാനമന്ത്രി എത്തും. പരിപാടി തയ്യാറാക്കാൻ ദേശീയ നേതൃത്വം സംസ്ഥാന ബി.ജെ.പി. ഘടകത്തിന് നിർദ്ദേശം നൽകി. അതേസമയം മോദിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രചാരണം തന്നെയാകും സംസ്ഥാനത്ത് ബി.ജെ.പി. പിന്തുടരുക. മോദിയെ മുഖമാക്കുന്നതിലൂടെ അക്കൗണ്ട് തുറക്കുന്നതിനപ്പുറം കൂടുതൽ സീറ്റുകൾ നേടാമെന്നതാണ് സംസ്ഥാന ബി.ജെ.പിയുടെ പ്രതീക്ഷ. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ കേന്ദ്രമന്ത്രി വി. മുരളീധരൻ, കെ. സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങി പ്രധാന നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കാൻ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. നേമത്ത് മത്സരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആദ്യം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴക്കൂട്ടത്ത് മത്സരിക്കാൻ താൽപര്യമുണ്ടെന്ന് വി. മുരളീധരനും വ്യക്തമാക്കിയിട്ടുണ്ട്. കെ. സുരേന്ദ്രന്റെ പേര് പാലക്കാട് സജീവ പരിഗണനയിലുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ പേര് കായംകുളത്താണ് പരിഗണിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചാൽ 45 ദിവസത്തിനകം നഗരവികസന രേഖ പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി എത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആ പരിപാടിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനു കൂടി തുടക്കമിടുകയാണ് ബി.ജെ.പി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മിഷൻ 2025 എന്ന പേരിൽ വികസിത കേരളം പദ്ധതി തിരുവനന്തപുരത്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പ്രഖ്യാപിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനത്തിൽ കാര്യമായ കുറവുണ്ടായെങ്കിലും 34 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പി. കരുത്തു തെളിയിച്ചെന്നാണ് വിലയിരുത്തൽ. 9 മണ്ഡലങ്ങളിൽ 40,000 വോട്ടിന് മുകളിൽ പിടിച്ചു. നേമം, കാട്ടാക്കട, കഴക്കൂട്ടം, ചെങ്ങന്നൂർ, മലമ്പുഴ, എലത്തൂർ, കാസർഗോഡ്, മഞ്ചേശ്വരം, അരൂർ മണ്ഡലങ്ങളിലാണ് ഈ മുന്നേറ്റം. ഇതിൽ തന്നെ 5 മണ്ഡലങ്ങളിൽ 45,000 വോട്ട് കടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേതാക്കൾക്ക് മത്സരിക്കാനുള്ള സീറ്റുകൾ കൂടി ലക്ഷ്യമിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തന ചുമതല നൽകിയിരുന്നു. അതാണ് ഈ മണ്ഡലങ്ങളിൽ വോട്ട് വർധനയ്ക്ക് കാരണമെന്നാണ് ബി.ജെ.പി. നിഗമനം. ഈ നേതാക്കളോട് തുടർന്നും മണ്ഡലങ്ങളിൽ പ്രവർത്തനം തുടരാൻ നിർദ്ദേശിച്ചു. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് വി. മുരളീധരനും മത്സരിക്കുമെന്ന് അവർ തന്നെ പറയുകയും ചെയ്തിരുന്നു. തലസ്ഥാന നഗരസഭയിലെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ബി.ജെ.പി. നൽകിയ വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു നഗരസഭയിൽ ഭരണം ലഭിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തുമെന്നും വികസന രേഖ പ്രഖ്യാപിക്കുമെന്നും. താൻ തിരുവനന്തപുരത്തേക്ക് വരുമെന്ന് മോദി നേരിട്ട് രാജീവ് ചന്ദ്രശേഖറിനെ അറിയിച്ചു. മോദിയുടെ വരവ് വൻ ആഘോഷമാക്കാനും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഔദ്യോഗിക തുടക്കം കുറിക്കലാക്കി മാറ്റാനുമാണ് ബി.ജെ.പി. പദ്ധതി. കേരളം രാഷ്ട്രീയമായി മാറി ചിന്തിക്കുന്നുവെന്നതിന്റെ സൂചനയാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ തദ്ദേശ സ്ഥാപനത്തിൽ അധികാരത്തിലെത്താൻ കഴിഞ്ഞത് എന്നാണ് ബി.ജെ.പി. വിലയിരുത്തുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ 101-ൽ 50 സീറ്റിലാണ് ബി.ജെ.പി. വിജയിച്ചത്. തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിലെത്തിയതിനെ വികസന പെരുമഴ നടത്തി സംസ്ഥാനത്ത് മുഴുവൻ ആ മാതൃക മുൻനിർത്തി വോട്ട് ചോദിക്കുകയെന്ന തന്ത്രമാണ് ബി.ജെ.പി. പയറ്റുക. കേരളത്തിൽ ഇതിനു മുമ്പ് 2 മുനിസിപ്പാലിറ്റികളാണ് ബി.ജെ.പി. അധികാരത്തിലേറിയത്. ഇത് പാലക്കാട്, പന്തളം നഗരസഭകളാണ്. എന്നാൽ ഒരു കോർപ്പറേഷനിൽ പാർട്ടി അധികാരത്തിലെത്തുന്നത് കേരള ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. തലസ്ഥാന നഗരമെന്ന നിലയിൽ തിരുവനന്തപുരത്ത് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് മറ്റ് 2ഇടത്തും കിട്ടാത്ത റീച്ച് കിട്ടുമെന്നും ബി.ജെ.പിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നേരിട്ടെത്തി വികസന രേഖ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.